വലിയ വലിയ പ്രൊഡ്യൂസർമാർക്കൊക്കെ മാത്രം കാണാൻ കിട്ടുന്ന ഒന്നാണ് ഇ ഡി എന്ന് പറയുന്നത്. നമ്മളെ പോലുള്ള സാധാരണ പ്രേക്ഷകർക്ക് ഇനി ടിക്കറ്റ് എടുത്ത് ഇ ഡിയെ കാണാവുന്ന ഒരു സൗകര്യം ലിസ്റ്റിനുണ്ടാക്കി തന്നു. കുറച്ചു മുമ്പ് ഒരുമിച്ചുണ്ടായിരുന്നു. അപ്പോൾ ലേറ്റ് ആയതിൻ്റെ കാരണം സുരാജിന് അറിയാം. ആദർശിക പങ്കെടുത്ത മീറ്റിംഗിൽ തന്നെ ഞാനും പങ്കെടുത്തിരുന്നു. ഞാൻ സമയത്തെത്തി. ആദ്യം പഠിച്ചത് SSLC പരീക്ഷയ്ക്ക് ഒരു ഫസ്റ്റ് ക്ലാസ്സോ സെക്കൻഡ് ക്ലാസ്സോ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചു. പക്ഷേ അതെനിക്ക് ജസ്റ്റ് പാസ് മാർക്കേ ഉള്ളൂ. അപ്പോൾ അന്ന് പോലെ തന്നെ എൻ്റെ പ്രതീക്ഷയ്ക്കൊന്നും എനിക്ക് ഉയരാനായിട്ട് അപ്പോഴൊന്നും സാധിച്ചിട്ടില്ല. ഇപ്പോൾ സുധീരനായിക്കോട്ടെ, സുധീരൻ ചെയ്യുന്ന എല്ലാ ക്യാരക്ടറൊന്നും എനിക്ക് അത്ര ഇഷ്ടമല്ല. പക്ഷേ ഈ സിനിമയിൽ കാരണം പറയാൻ തൊഴിലൊന്നും ഒരു അഡ്വർടൈസ്മെന്റ് കേട്ടൊരു ഫീൽ അല്ലേ? എനിക്ക് മാത്രമാണോ തോന്നിയത്? ചേട്ടനോട് വിളിച്ച് ചോദിച്ചില്ലേ, ചേട്ടൻ അടുത്ത പടത്തിൽ പൈസ കൂടുതൽ ചോദിക്കില്ല, കിട്ടില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതിന്റെ പ്രൊഡക്ഷനിൽ ഞാനും കൂടെ ചേർന്നത്. അല്ലാതെ നമ്മളാരും ചോദിച്ചിട്ടില്ല. ചോദിക്കുന്നുണ്ട്, മക്കളെ ഇതിന്റെ കണക്കുകളൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. അമ്മയോട് എനിക്ക് കള്ളത്തരം പറയാൻ പറ്റില്ല. അപ്പൊ സത്യസന്ധമായിട്ട് ഏൽപ്പിക്കുമെന്ന് ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. നാഗേന്ദ്രൻ ഹണിമൂൺ ചെയ്തിരുന്നു. എൻ്റെ ഡയറക്ടർ അവിടെ ഇരിപ്പുണ്ട്. അതിൽ ഞാൻ അത്യാവശ്യം കുറച്ച് സ്കോർ ചെയ്തപ്പോൾ സുരാജേട്ടൻ ചെറിയൊരു അസൈൻ ഇട്ടിട്ട് ഇതിനകത്ത് സുരാജേട്ടൻ ബേസിക്കലി ഒരു സൈക്കോ ആണ്. നമുക്കിനെ വളരെ എളുപ്പമാണ് കാര്യങ്ങൾ ഡീൽ ചെയ്യാൻ. അങ്ങനെയല്ല His master brain. So let's learn. It's about our journey കുറിച്ച് 14 വർഷത്തെ ആ ഒരു ജേർണിയെ കുറിച്ചും ആൻഡ് ആ ജേർണിയിൽ നിന്ന് നമ്മൾ ഇപ്പോൾ എക്സ്ട്രാ ഡീസലിൽ നിൽക്കുകയാണ്. About that. ഗുഡ് ഈവനിങ് ടു ഓൾ. എല്ലാവർക്കും നമസ്കാരം. വളരെയധികം സന്തോഷമുണ്ട്. എൻ്റെ ജീവിതത്തിൽ എല്ലാം സംഭവിച്ചിരിക്കുന്നത് എൻ്റെ കമ്പനിയുടെ പേര് പോലെയാണ്, മാജിക് ഫ്രെയിംസ്. അപ്പോൾ ഒരു മാജിക്കായിട്ട് ഞാനിങ്ങനെ എൻ്റെ ലൈഫ് ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഞാൻ ഒന്നും പ്രഡിക്റ്റ് ചെയ്ത പോലെ ഒന്നുമല്ല. അപ്പോൾ ഞാൻ ആദ്യം പഠിച്ചത് SSLC പരീക്ഷയ്ക്ക് ഒരു ഫസ്റ്റ് ക്ലാസ്സോ സെക്കൻഡ് ക്ലാസ്സോ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചു. പക്ഷേ അതെനിക്ക് ജസ്റ്റ് പാസ് മാർക്കേ ഉള്ളൂ. അപ്പോൾ അന്ന് പോലെ തന്നെ എൻ്റെ പ്രതീക്ഷയ്ക്കൊന്നും എനിക്ക് ഉയരാനായിട്ട് അപ്പോഴൊന്നും സാധിച്ചിട്ടില്ല. പക്ഷേ സിനിമാ ഫീൽഡിൽ വന്നപ്പോൾ തന്നെ ഞാൻ അറിയാതെ തന്നെ എങ്ങോട്ടോ ഒക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നലെയും ഞാൻ നടത്തുന്ന മാജിക് ഫ്രെയിം സിനിമാസിൻ്റെ 36ാമത്തെ തിയേറ്റർ ഇന്നലെ ഞാൻ കാണുന്നു. അപ്പം ഈ മാസം തന്നെ വീണ്ടും ഒരു 4 തിയേറ്ററോടെ പുതിയതായിട്ട് തുടങ്ങുകയാണ്. അപ്പോൾ ഞാൻ ഈ സിനിമ ഫീൽഡിൽ ഇങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ആഗ്രഹങ്ങൾക്ക് അപ്പുറമായിട്ട് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരു സിനിമ നടന്ന ഫോൺ വരുന്നത് ലൗഡ് സ്പീക്കറിലിട്ട് എല്ലാവരും ഞാൻ കേൾക്കുക. സ്കൂൾ മീൻസ് ഒരു കോളേജിൽ പഠിച്ച സമയത്ത്. അപ്പോൾ നമുക്ക് അവിടെയുള്ള ചെറിയ സ്ഥാപനങ്ങളൊക്കെ ഞാൻ ഈ സിനിമാക്കാരായിട്ടാണ് ഇനാഗ്രേറ്റ് ചെയ്തത്. അപ്പോൾ അന്ന് മുതലൊക്കെ അവരോടുള്ള ഒരു ആരാധനയാണ് എന്നെ ഈ സിനിമയിലേക്ക് ഇവിടെ എത്തിച്ചത്. അപ്പോൾ എന്നെ ആഗ്രഹിക്കുന്നതിൽ കൂടുതൽ എന്നെ സിനിമ വളർത്തിയിട്ടുണ്ട്. അപ്പോൾ ലേശ അഹങ്കാരത്തോടു കൂടി തന്നെ എനിക്കിങ്ങനെ ഞാൻ നോക്കിയപ്പോൾ പിന്നീട് പൃഥ്വിരാജ് പാർട്ട്ണറായിട്ട് സിനിമ എടുക്കാനായിട്ട് പറ്റുന്നു. ഇപ്പോൾ കുഞ്ചാക്കോ ബോബനായിട്ട് പാർട്ട്ണറായിട്ട് സിനിമ എടുക്കാൻ പറ്റുന്നു. കോമഡി മാത്രം സിനിമകൾ പറഞ്ഞുകൊണ്ടിട്ടിരുന്ന സുരാജുമായിട്ട് ലാസ്റ്റ് സിനിമ ഇ ഡി എടുക്കാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ ഇത് വളരെയധികം സന്തോഷമാണ്. എനിവേ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഞാൻ വിളിച്ചിട്ടും സുരാജ് വിളിച്ചിട്ടും അല്ല നമ്മുടെ കൂടെയുള്ളവരൊക്കെ വിളിച്ചിട്ട് വന്ന എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും വളരെയധികം മാജിക് ഫ്രെയിംസിൻ്റെ ബാനറിലും വിലാസിനി സിനിമാസിൻ്റെ ബാനറിലുള്ള നന്ദി ആദ്യം സന്തോഷം അറിയിക്കുകയാണ്. ഇ ഡി എന്ന് പറയുന്ന സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നത് എൻ്റെ ഓഫീസുള്ള സന്തോഷ് മുഖാന്തരമാണ്. ആദ്യമായിട്ട് ഇതിലേക്ക് ഞാൻ വരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് എൻ്റെ കഥയെല്ലാം കേൾക്കുന്നത്. അങ്ങനെ അമീർ കഴിഞ്ഞ പടം അമീറിൻ്റെ ശരിക്കും വർക്കൗട്ടായില്ല. കുറച്ച് പ്രതീക്ഷ അത്രയും വർക്കൗട്ട് ആയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഈ പ്രാവശ്യം എങ്ങനെയെങ്കിലും വർക്കൗട്ട് ആണ് നമുക്ക് പ്രതീക്ഷ. അമീർ ഒരു ന്യൂമറോളജി ഒരു ഗെയിം കൂടെ കൂട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ പടത്തിൽ ഒരേ കുറവാകും. അപ്പോൾ ഇത് എങ്ങനെയെങ്കിലും കൂടുമെന്നുള്ളതാണ് ഒരേ കൂടെ കൂട്ടിയിട്ടുണ്ട്. അതിനായിട്ട് അതിലാണ് ഈ സിനിമ തുടങ്ങുന്നത്. അപ്പോൾ ഒരുപാട് പുതിയ ടെക്നീഷ്യൻസ് എന്നോടൊപ്പമൊക്കെ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നു. വളരെയധികം സന്തോഷം. ഈ സിനിമ സുരാജേട്ടനുമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് ഒരു കാര്യം ഉറപ്പാണ്, സുരാജ് വെഞ്ഞാറമൂട് എന്ന വ്യക്തിയുടെ അപ്പം അദ്ദേഹം ഒരുപാട് സിനിമകളൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട്. വളരെ ഇഷ്ടപ്പെട്ട ക്യാരക്ടറുകൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ ചലഞ്ച് ചെയ്ത് പറയുകയാണ്, ഈ സിനിമ സുരാജ് വെഞ്ഞാറമൂടിൻ്റെ കരിയറിലെ ദ ബെസ്റ്റ് സിനിമയായി തീർച്ചയായിട്ടും. കാരണം അദ്ദേഹം അത്രയ്ക്ക് നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്.
ഇപ്പൊ സുധീരനായിക്കോട്ടെ, സുധീരൻ ചെയ്യുന്ന എല്ലാ ക്യാരക്ടറും എനിക്ക് അത്ര ഇഷ്ടമല്ല. പക്ഷെ ഈ സിനിമയിൽ ചെയ്ത ക്യാരക്ടറൊക്കെ അതിഗംഭീരമായിട്ടുണ്ട്. ഈ സിനിമയിലുള്ള പെർഫോം ചെയ്തിട്ടുള്ള എല്ലാവരും അതിഗംഭീരമായിട്ട്. സുധീരൻ ചുമ്മാ തമാശ പറഞ്ഞിട്ടുണ്ട്, അടുത്ത പ്രാവശ്യം ശമ്പളം കൂട്ടി പറയുന്നത്. അപ്പൊ അതുകൊണ്ടിട്ട് വളരെ അധികം നന്നായിട്ട് എല്ലാവരും വളരെയധികം നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ സിനിമ നമ്മൾ അറിയാമല്ലോ, എല്ലാ സിനിമകളും നമുക്ക് ബിസിനസ് ചെയ്യണം. അപ്പം ഈ ബിസിനസ് ചെയ്യാനായിട്ടൊക്കെ നമ്മൾ ഈ സിനിമ കാട്ടുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. അപ്പൊ ഞാനിങ്ങനെ സെലക്ട് ചെയ്താൽ മതി ആർക്ക് കൊടുക്കണമെന്നുള്ള രീതിയിൽ. അപ്പോൾ അത്രയ്ക്കും നല്ലൊരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. സിനിമയാണ് നമ്മൾ ഉദ്ദേശിച്ച റിസൾട്ട് ഇറങ്ങി കഴിയുമ്പോൾ നമുക്ക് അറിയില്ല. അത് ഒരു നിർമ്മാതാവിന് അനുഭവവും കൂടെ വേണം, എന്നാലും ആ സിനിമയുടെ ആ ക്യാഷ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കുറെ പൈസ കിട്ടിയെന്നുള്ള ധാരണയിലാണ് സുരാജിന്റെ പ്രൊഡ്യൂസർ ബൈ സുരാജ് എന്നുള്ള കൂടി ശമ്പളം മാത്രം പറയാം, പുള്ളിക്ക് കുറച്ചുകൂടെ കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് പുള്ളി പാർട്ട്ണറായിട്ട് കൂടിയേക്കണം, മുഴുവൻ തരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നത്. എനിവേ വളരെയധികം സന്തോഷം, ഞാൻ ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ല. എനിവേ വൺസ് അഗൈൻ താങ്ക്സ് ടു ഓൾ. കോമഡി കഥാപാത്രങ്ങൾ ഒരുപാട് നിരത്തിക്കൊണ്ട് കയറി വന്ന ഒരു അമേസിംഗ് ആക്ടർ അതിനുശേഷം വളരെ സീരിയസ് ക്യാരക്ടേഴ്സിലേക്ക് പോയി തിരിച്ച് കോമഡിയിലേക്കാണോ സൈക്കോയിലേക്കാണോ വരുന്നതെന്ന് അവർക്ക് എല്ലാവരുടെയും സംശയം. പക്ഷെ ഒരു ആദ്യത്തെ ചോദ്യം എന്താണ്, അതായത് നമുക്കറിയാം 20 വർഷത്തിൽ കൂടുതലായി ഇൻഡസ്ട്രി. ആ 20 വർഷത്തിൽ കൂടുതൽ ഒരുപാട് കഥകൾ കേട്ടിട്ടുണ്ടായി. അപ്പൊ എക്സ്ട്രാ ഡീസൽ എന്തുകൊണ്ടാണ് ഇത്രയും സ്പെഷ്യൽ ആകുന്ന ആ ഒരു ഡെബ്യൂ പ്രൊഡക്ഷനിലേക്ക് വരുമ്പോൾ വാട്ട് മേക്സ് ഇറ്റ് സോ സ്പെഷ്യൽ? എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച ഈ ഓഡിയോ ലോഞ്ചിനെത്തിയ എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ സ്വാഗതം അർപ്പിക്കുന്നു. നന്ദി. ഇന്ന് ശരിക്കും പറയാം അങ്കിത് മേനോന്റെ ഡേ ആണ്. എന്നാലും 1-2 കാര്യങ്ങൾ ചോദിച്ചതിന് ആൻസർ പറയാം. എൻ്റെ സിനിമാ ജീവിതത്തിൽ ഒരു പുതിയ കാൽവയ്പ്പാണ് ഞാൻ നടത്തിയിരിക്കുന്നത്. എൻ്റെ അമ്മയുടെ പേരിൽ വിലാസിനി സിനിമാസ് എന്ന പേരിൽ ഒരു ബാനർ വന്നു. ഞാനും ജസ്റ്റിൻ ശ്രീറാം മാജിക് ഫ്രെയിംസും ചേർന്നാണ് ED എന്ന സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. ശരിക്കും ഡയറക്ടർ ആമർ വന്ന് ഇതിൻ്റെ കഥയും കഥാപാത്രത്തെ കുറിച്ചുമൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ശരിക്കും ഒരുപാട് ചിരിച്ചുപോയി. ഇതുപോലുള്ള കഥാപാത്രങ്ങളെയൊക്കെ നമ്മുടെ വീടിൻ്റെ അടുത്തും നമ്മുടെ പല വീടുകളിലുമൊക്കെ കാണാറുണ്ട്. എനിക്ക് അതിയായ ഇഷ്ടമായി. ഞാൻ ചിരിച്ചു. ഞാൻ പറഞ്ഞു, അപ്പം തന്നെ ചോദിച്ചു, അവിടെ ഇതിൻ്റെ ആരെങ്കിലും പ്രൊഡക്ഷൻ ഏറ്റെടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു ഇല്ല. ഞാൻ ഉടനെ എന്ന് പറഞ്ഞു ഞാൻ പ്രൊഡ്യൂസ് ചെയ്തോട്ടെ. ഓക്കെ ആക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഇരുന്നപ്പോൾ 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് ലിസ്റ്റിൻ സീഫിനോടൊപ്പം ഉള്ള നമ്മുടെ സന്തോഷേട്ടനെ കാണാനിടയായി. ഞാൻ പറഞ്ഞു ഞാൻ ഈ അടുത്ത സമയത്ത് ഒരു കഥ കണ്ടു കേട്ടോ, നല്ല കഥയൊക്കെ വരുമ്പോൾ ഞാൻ സുഹൃത്തുക്കളുമായിട്ടൊക്കെ പോകുന്നുണ്ട്. അങ്ങനെ അദ്ദേഹത്തിനോട് കഥ കേൾക്കുന്നതെന്ന് ചോദിച്ചു. ഞാൻ കൂടെ കേൾക്കാം എന്ന് പറഞ്ഞു. അദ്ദേഹം കഥ കേട്ട ഉടനെ എന്നോട് പറയുകയാണ്, ഇത് നമുക്ക് ലിസ്റ്റിൻ സീഫൻ സാറിനെ കൊണ്ടൊക്കെ ചെയ്യിപ്പിച്ചാലോ? ഞാൻ പറഞ്ഞു അത് വേണ്ട, ഞാൻ ചെയ്തോളാം. ഇല്ല അങ്ങനെയാണെങ്കിൽ സാറുമായിട്ട് ചേർന്ന് 2 പേർക്കും കൂടെ ചെയ്യാം. ബെസ്റ്റ് നിങ്ങൾ വിചാരിക്കാത്ത വേറെ ലെവലിൽ പുള്ളി എത്തിക്കുമെന്ന് പറഞ്ഞു. സത്യമായിട്ട് പറയാണ്, ഈ സിനിമയുടെ നമ്മുടെ ഷൂട്ടിംഗ് തീർന്ന ദിവസം പാക്കപ്പ് ഡേ ആണ് ലിസ്റ്റിനെ ഞാൻ നേരിട്ട് കാണുന്നത്. പിന്നെ അതിനുശേഷം ഇന്നാണ് ഞാൻ കാണുന്നത്. ഒന്ന് ആലോചിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. ഇപ്പോൾ ചേട്ടനോട് വിളിച്ച് ചോദിച്ചില്ലേ, ചേട്ടൻ അടുത്ത പടത്തിൽ പൈസ കൂടുതൽ ചോദിക്കില്ല, കിട്ടില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതിൻ്റെ പ്രൊഡക്ഷനിൽ ഞാനും കൂടെ ചേർന്നത്. അല്ലാതെ നമ്മളായിട്ട് ചോദിച്ചു തരില്ല. പിന്നെ ഇതിൻ്റെ ഇനി വേണം എനിക്ക് ലിസ്റ്റിനെ ശരിക്കും ഒന്ന് കാണാൻ. ഇവിടെ പോയോ കാര്യം? അമ്മ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ചോദിക്കുന്നുണ്ട്, മക്കളെ ഇതിൻ്റെ കണക്കുകളൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. അമ്മയോട് എനിക്ക് കള്ളത്തരം പറയാൻ പറ്റില്ല. അപ്പൊ സത്യസന്ധമായിട്ട് ഏൽപ്പിക്കുമെന്ന് ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ശരിക്കും ഈ സിനിമയുടെ അരങ്ങിലും അണിയറയിൽ പ്രവർത്തിച്ച എല്ലാ കലാകാരന്മാരും എത്തിയിട്ടുണ്ട്. എല്ലാവർക്കും സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിക്കുകയാണ്. പിന്നെ ഇതിൽ 6 പാട്ടുകളാണുള്ളത്. 4 ഫുൾ സിനിമയിലുണ്ട്, 6 ഉണ്ട്. അതിൽ 2 ബീറ്റ് സോങ് ആണ്. എന്തായാലും ആ പാട്ടൊക്കെ നമുക്ക് കേൾക്കാം. പിന്നെ 20-ാം തീയതിയാണ് സിനിമ റിലീസ്. ഇതുവരെ നിങ്ങൾ എനിക്ക് തന്ന സ്നേഹത്തിന് നന്ദി പറയുകയാണ്. ഈ സിനിമ എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക. ഇനി 20-ാം തീയതിക്ക് ശേഷം സിനിമ സംസാരിക്കട്ടെ. താങ്ക് യു വെരി മച്ച്. തിരിച്ച് കോമഡിയിലേക്ക് ഉള്ള ഒരു വരവാണ് ഈ ഒരു സിനിമ. കാരണം നമുക്കറിയാം, പണ്ട് നമ്മളെല്ലാവരും മനസ്സിൽ ഓർത്ത് വെക്കുന്ന, അല്ലെങ്കിൽ
ഇപ്പൊ റിയൽ ലൈഫിൽ വരെ നമ്മൾ യൂസ് ചെയ്യുന്ന സുധാകരന്റെ കുറെ ഡയലോഗുണ്ട്. സുശീല എന്തോ പറയുന്ന സാധനങ്ങൾ നമ്മൾ എല്ലാവരും പലപ്പോഴും റിയൽ ലൈഫിൽ വരെ നമ്മൾ പറയാറുണ്ട്. അപ്പൊ അത് കഴിഞ്ഞ് ഫുൾ സീരിയസ് കഥാപാത്രങ്ങളായിരുന്നു നമ്മളെ പലപ്പോഴും ചിന്തിപ്പിച്ച അല്ലെങ്കിൽ കരയിപ്പിച്ച കഥാപാത്രങ്ങൾ വരെ. ഇത് ഒരു തിരിച്ചറിവായിട്ട്, കാരണം ഭയങ്കര ഡിഫറെന്റ് ഔട്ട്ലുക്ക്, ആ ഒരു ഡ്രസ്സിംഗ് ആണെങ്കിലും ആ ഒരു ആക്സസറൈസിംഗ് ആണെങ്കിലും ഇപ്പൊ ഒരു തിരിച്ച് കോമഡിയിലേക്കാണോ അതോ വേറെ സൈക്കോ പിടുത്തമാണോ എന്നാണ് സംശയം. ഇതെല്ലാവരും പറഞ്ഞൊരു സൈക്കോ ഡാർക്ക് ഹ്യൂമറാണ്. എന്തായാലും വളരെ രസകരമായിട്ട് വന്നിട്ടുണ്ടെന്നാണ് ഞങ്ങളുടെയൊക്കെ ഒരു പ്രതീക്ഷ. ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും കോമഡിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള കുറേ കാലമായിട്ട് ഞാനും ആഗ്രഹിക്കുകയാണ് കോമഡി നല്ലൊരു കഥാപാത്രം അല്ലെങ്കിൽ കഥ കിട്ടണമെന്നൊക്കെ എല്ലാവരും പോലും ആഗ്രഹിക്കുന്നു. പക്ഷേ നമ്മുടെയൊക്കെ വരുന്നതിന് പരിധിയുണ്ടല്ലോ. ബാക്കി നല്ല കോമഡി എല്ലാം ബീച്ചേട്ടനും നല്ല നല്ല എല്ലാം ടോയിനോ എല്ലാവരും കൂടെ കൊണ്ടുപോകാൻ കിട്ടുന്നതിൽ ഇത് ബെസ്റ്റാണെന്ന് തോന്നി. അത് രസകരമായി വന്നിട്ടുണ്ട്. ഒരുപാട് ഹ്യൂമർ നിറഞ്ഞ സിറ്റുവേഷനുണ്ട്. നിങ്ങൾക്ക് ഒരിക്കലും പ്രയാസപ്പെടേണ്ടി വരില്ല. ഒരു ഇപ്പോൾ ലിസ്റ്റിൻ പറഞ്ഞതുപോലെ ഞാൻ ഇതുവരെ ചെയ്യാത്ത കഥാപാത്രമാണ് കഥയിൽ. അപ്പൊ ഞങ്ങളെല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം ലിസ്റ്റിൻ പറഞ്ഞ ആ ഒരു കോൺഫിഡൻസ്, അതായത് സുരാജിന്റെ കരിയർ ബെസ്റ്റ് ആണ്. അതിപ്പോ സുരാജ് ചേട്ടൻ പറയുമ്പോൾ എല്ലാവരുടെയും ആ ഒരു പെർഫോമൻസ് കാണാനായിട്ട് ഞങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ എടുത്ത് പറഞ്ഞൊരു കാര്യം, അന്ന് പാക്കപ്പ് കഴിഞ്ഞ ശേഷം എന്താണ് സുജാനെ കാണുന്നത് പറഞ്ഞു, എന്തെങ്കിലും ചോദിക്കാനുണ്ടോ വരുന്നത്? കണക്ക് ചോദിക്കണം. കണക്ക് Anyway, thanks a lot, Suraj. Thanks a lot for joining. Very good. നല്ലൊരു കൈയ്യടി കൊടുക്കാം Suraj. താങ്ക് യു. Thank you. And moving on, അപ്പോൾ ഞാൻ അവിടെ ഇരിക്കുമ്പോൾ ഡിസ്നിയുടെ കയറുമ്പോൾ തന്നെ ഞാൻ കരുതിയിരുന്നു എന്തെങ്കിലും ഒന്നും താങ്ങുന്നുള്ളൂ. കാരണം ആയിഷ അവിടെ ഉറക്കായില്ല, അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എടുത്ത് മൂപ്പരായതുകൊണ്ട് എനിക്ക് കൃത്യമായ കണക്കുള്ളതൊന്നും അതിനപ്പുറത്തേക്ക് നമുക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് ഈ റിലീസിൻ്റെ സമയത്ത് കുറച്ചുകൂടിയൊക്കെ പ്രൊമോഷൻ ആവായിരുന്നു. അത് കുറച്ചൊക്കെ ഓടിയതിനെ പറയുമ്പോൾ ഞാൻ ആരിസ്കർ പറയപ്പെടാം അത് ഡിസ്ട്രിബ്യൂഷൻ സൈഡാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു. പിന്നെ സ്വാഭാവികമായിട്ട് ആദ്യ സിനിമ ചെയ്യുന്ന ഒരു സംവിധായകൻ്റെ എന്താ പറയുക ടെൻഷൻ പുറത്തൊക്കെയാണ് നന്നായിട്ടാണ് ഡിസ്ട്രിബ്യൂഷൻ ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ കാര്യത്തിൽ ഏതായാലും സ്വന്തം കുഞ്ഞായതുകൊണ്ട് പ്രൊമോഷൻ പരിപാടികളിൽ എനിക്ക് ആദ്യം നിലവിലില്ല, ഇനി അങ്ങോട്ട് ഉണ്ടാവുകയും ഇല്ല എന്നുള്ള ഉറപ്പ്. അപ്പോൾ പിന്നെ ഈ പേര് നമ്മൾ പറഞ്ഞ കാര്യത്തിലേക്ക് കിടക്കാം. പേര് ഒന്ന് എനിക്ക് ഈ ന്യൂമറിക്കൽ പരിപാടിനെ കുറിച്ച് സത്യത്തിൽ അമീർ ഉള്ളിൽ എടുത്തിട്ടാണ്. എന്നാൽ പിന്നെ വായിച്ചിട്ടെങ്കിലും ആമിർ വിളിക്കും. നിങ്ങൾ പിന്നെയും അമീർ എന്നാണ് പറഞ്ഞത്. അതിനു വേണ്ടിയിട്ടാണ് അമീർ 2A ആക്കി. ഇനിയിപ്പോൾ ഞാൻ ഭാഗ്യം വന്നാൽ അതൊരു ബോണസായി കൂട്ടാം എന്നേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു സിനിമ ആദ്യം സത്യത്തിൽ ഞാൻ ആദ്യം ഈ കഥ പറയാം. എൻ്റെ സിനിമയുടെ എല്ലാ കഥകളും ഒരുപാട് സിനിമ ചെയ്തു, ഒറ്റ സിനിമ ചെയ്തിരുന്നു. പക്ഷെ കഥകൾ ഒരുപാട് കയ്യിലുണ്ടാകുമ്പോൾ ആദ്യം ഷെയർ ചെയ്യാം. ഹാരിസ് എടുത്ത് പോയിട്ട് ഞാൻ പറഞ്ഞു ഉണ്ടല്ലേ, ഓക്കെ എന്താണ് ഞാൻ ഇങ്ങനെയാണ്, ഓക്കെ ഹാരിസിന്റെ സ്വഭാവം പെട്ടെന്ന് എടുക്കൂല, ഇങ്ങനെ പറഞ്ഞ് അതിനെ ചുറ്റിപ്പറ്റി കുറെ വന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ കേട്ടതിന് ശേഷം ഞാൻ പറഞ്ഞു സുരാജ് ചേട്ടനെ വെച്ചിട്ട് ചെയ്യണമെന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് ഒരു കാരണം. ഞാൻ സന്തോഷം എന്ന് വിളിച്ചു നോക്കട്ടെ, എങ്ങനെ വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന സന്തോഷമായിട്ട് വിളിച്ചു. പക്ഷെ ഒരു പരിപാടിയുണ്ട്, നമ്മുടെ ആയിഷ ചെയ്ത ഡയറക്ടറാണ്. ഇങ്ങനെ ഒരു സൈക്കോ സ്വഭാവത്തിലുള്ള നല്ല രസമുള്ള പരിപാടിയാണ്. സുരാജിനെ വെച്ച് നമുക്ക് പിടിച്ചു. എന്താ നമുക്ക് പിടിക്കാം ഉറപ്പായിട്ടും, എവിടെയുള്ള ആയിസ്ക എന്നൊക്കെ പറഞ്ഞ് പിന്നീട് ആയിസ്ക മറ്റ് പ്രൊഡക്ഷൻ പരിപാടികളിലൊക്കെ പോവുകയും സന്തോഷമായിട്ട് അത് ലിസ്റ്റിൻ്റെ അടുത്തേക്ക് എത്തിക്കുകയും സുരാജേട്ടൻ ഈ പറഞ്ഞതുപോലെ ആദ്യം തന്നെ നമുക്കിത് ചെയ്യാം എന്ന് ആദ്യത്തെ മീറ്റിംഗിൽ തന്നെ പറയുകയൊക്കെ ചെയ്തു. അപ്പോൾ സിനിമ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇന്നത്തെ ദിവസം ഒരിക്കലും എൻ്റെയോ അല്ലെങ്കിൽ ആരുടെയോ അല്ല, ഇതിൻ്റെയാണ്. ശരിക്കും പോസ്റ്റ് പ്രൊഡക്ഷനിൽ ഒരു 3 മാസം 100-ലധികം ദിവസം മ്യൂസിക്കിന് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ എല്ലാ എഫേർട്ടും അങ്കിത് ടീം എടുത്തിട്ടുണ്ട് പൂർണ്ണമായിട്ടും. എനിക്ക് തോന്നുന്നു അങ്കിതിൻ്റെ എല്ലാ ജയജയനാണെങ്കിലും ഗുരുവായൂരമ്പലമാണെങ്കിലും വാഴയാണെങ്കിലും അങ്ങനെ അങ്കിത് വെച്ചിട്ടുള്ള സിനിമകളിൽ എനിക്ക് തന്നെ ഫേവറേറ്റ് ഒരുപാട് ട്രാക്ക് ഉണ്ട്. അതിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണെങ്കിലും സോങ് ആണെങ്കിലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഫ്ലേവറുകളാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ഈ സിനിമ ഒരു ഡാർക്ക് ഹ്യൂമർ ജോണറിലുള്ള സിനിമയാണ്. സുരാജേട്ടന് ഏറ്റവും നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. സുരാജേട്ടൻ ഏറ്റവും നല്ല എഫേർട്ട് എടുത്തിട്ടുണ്ട്. സുരാജേട്ടനും ഞാൻ നമ്മൾ പലപ്പോഴും ഷൂട്ടിൻ്റെ ഇടയിൽ തന്നെ ജഗള പരിപാടികളിലൂടെയൊക്കെ പോയി ഏറ്റവും നല്ല ഔട്ടിന് വേണ്ടിയിട്ട് അങ്ങനെ അത്രയും കഷ്ടപ്പെട്ടാണ് ഈ സിനിമ സ്വാഭാവികമായിട്ട് എല്ലാ സിനിമകളും ചെയ്യുന്ന പോലെ തന്നെ. പിന്നെ ഈ കഥ ആഷിഫ് കക്കോടി ഈ പറഞ്ഞ പോലെ ആയിഷ എന്ന സിനിമയുടെ റൈറ്ററാണ് ആഷിഫ് ക. അപ്പോൾ ആഷിഫ്ക്കാണ് ഈ സിനിമയുടെ കഥ എൻ്റെ അടുത്ത് ആദ്യം പറയുന്നത്. അപ്പോൾ ഇത് കൊള്ളാം എന്നെനിക്ക് തോന്നുകയും എനിക്ക് തോന്നുന്നില്ല മറ്റേതെങ്കിലും ഒരു എനിക്കങ്ങനെ മറ്റു നടന്മാരെ ഇതാക്കി പറയുന്നതല്ല ഞാൻ, മറിച്ച് ഇങ്ങനൊരു കഥ ഈ സിനിമയുടെ കഥ പറയുക എന്ന് പറയുന്നൊരു ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ ഒരു കഥ പറഞ്ഞു പോയി ആ കഥ പിക്ക് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് സുരാജേട്ടൻ ആ ഓക്കെ പറഞ്ഞില്ലെങ്കിൽ ചിലപ്പോൾ
ഓക്കെ പറഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഒരു സിനിമ സംഭവിച്ചത്. അത് കഴിഞ്ഞിട്ട് സിനിമ 1-2 ആൾക്കാരൊക്കെ കണ്ട ആൾക്കാരും ഒക്കെ നല്ല രീതിയിലാണ് അഭിപ്രായം പറഞ്ഞത്. എന്നോട് സന്തോഷമായിട്ട് കയറുമ്പോൾ തന്നെ പറഞ്ഞാലും മൈൻഡ് കിട്ടിയാൽ നമ്മൾ കുറച്ച് സംസാരിച്ചാൽ മതി, ഞാൻ നിർത്തുകയാണ്, ഇങ്ങനത്തെ ഒരു സ്വഭാവം ഉള്ളതുകൊണ്ട് തന്നെ. അപ്പോൾ എല്ലാവരും എടുത്തിട്ടുള്ള എല്ലാവർക്കും താങ്ക് യു. ഒരുപാട് ഗുരുതുല്യരായിട്ടുള്ള അവിടെയൊക്കെ സിനിമ കണ്ടിട്ടാണ് ടോയ്ചേട്ടൻ പിച്ചേട്ടൻ എല്ലാവരും ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ചടങ്ങിലേക്ക് വളരെയധികമായ നന്ദി അറിയിക്കുകയാണ്. ഇങ്ങനെയൊരു സിനിമ ഒരുക്കാൻ വേണ്ടിയിട്ട് കൂടെ വന്ന ലിസൺ സാറിനും അതുപോലെ തന്നെ സിരാജേട്ടൻ, മറ്റ് ഗ്രേസ് ഉൾപ്പെടെയുള്ള സുധീരൻ ഉൾപ്പെടെയുള്ള എല്ലാവർക്കും പറഞ്ഞുകൊണ്ട് ഇന്ന് അംഗീകരിക്കും. താങ്ക് യു. അവർക്ക് താങ്ക്സ് ലോട്ട്. ജസ്റ്റ് ഒരു കാര്യം കൂടി, ഈ ഒരു സിനിമ എന്ന് പറഞ്ഞു ഒരു സൈക്കോ സ്വഭാവമുള്ള ആ ഒരു ക്യാരക്ടറിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ ആ ക്യാരക്ടറിലേക്ക് സുരാജേട്ടൻ തന്നെ കാസ്റ്റ് ചെയ്യാനുള്ള കാരണം എന്താ? സുരാജേട്ടൻ ബേസിക്കലി ഒരു സൈക്കോ ആണ്. അപ്പോൾ പിന്നെ വളരെ എളുപ്പമാണ് കാര്യങ്ങൾ ഡീൽ ചെയ്യാൻ. അങ്ങനെയല്ല, സുരാജേട്ടൻ എന്നുള്ള ആക്ടർ നമുക്കറിയാം, ഒരുപാട് സിനിമകളിൽ തുടർച്ചയായി ഫണ്ട് ചെയ്തിട്ട് നമ്മളെ മുഷിപ്പിക്കാതിരിക്കുകയും ചെയ്യുക എന്നുള്ളത് വലിയ കാര്യമാണ്. വിളിച്ചേട്ടനൊക്കെ നമ്മൾ അങ്ങനെ കണ്ടിട്ടുള്ളത്. ഒരുപാട് ലെജൻഡറി ആയിട്ടുള്ള ആൾക്കാർ അവരുടെ ശ്രേണിയിലേക്ക് നമുക്ക് മലയാള സിനിമയിൽ ഇപ്പോൾ പുതിയെന്ന് പറയുന്നത് അതിനൊരു 10-24 വർഷത്തോളമായി സുരാജേട്ടൻ ഉണ്ട്. പക്ഷെ അതിലൊരു വലിയ മഹാഭൂരിപക്ഷം സിനിമകളിൽ സുരാജേട്ടൻ അഭിനയിച്ചിട്ടുള്ളത് കോമഡി റോളുകൾ തന്നെയാണ്. ഒരു ആക്ഷൻ ഹീറോ ബിജു എന്നുള്ള സിനിമയിൽ വന്നിട്ട് ചെറിയ ഒരു പരിപാടിയിൽ സുരാജേട്ടൻ നമ്മളെ ഞെട്ടിച്ചു. ആ ഞെട്ടിക്കലാണ് പിന്നീട് അങ്ങോട്ട് ഒരുപാട് ഞെട്ടലുകൾ നമുക്ക് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ അങ്ങനെ 2 രീതിയിൽ അല്ലെങ്കിൽ എല്ലാ വ്യത്യസ്തമായ രീതികളിൽ അങ്ങനെ വെർസറ്റൈലായിട്ട് ക്യാരക്ടേഴ്സിന് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു നടൻ എന്ന അർത്ഥത്തിൽ, പിന്നെ ഈ സിനിമയുടെ ഒരു സ്വഭാവം എന്ന് പറയുന്നതും ഇതിന്റെ ഒരു കുടുംബ പശ്ചാത്തലം എന്ന് പറയുന്നത് സുരാജേട്ടനെ പോലത്തെ ഒരാൾ വരികയാണെങ്കിലാണ് അത് ഏറ്റവും ആപ്റ്റ് ആവുക. അപ്പൊ അതാണ് സുരാജേട്ടനിലേക്ക് എത്തിയത്. അപ്പൊ ഇതിൽ നിന്ന് ചെയ്തതൊക്കെ അതിൽ നിന്നും വീണ്ടും വ്യത്യസ്തമായിട്ട് മറ്റൊരു കഥാപാത്രമായിട്ട് സുരാജേട്ടൻ നമ്മളിലേക്ക് എത്തുകയാണ്. എനിവേ താങ്ക്സ് എ ലോട്ട്. നമ്മളെല്ലാവരും കാത്തിരിക്കുകയാണ് ഡിസംബർ 20 വേണ്ടിയിട്ടാണ്. എനിക്ക് ഒരു കാര്യം കൂടി തോന്നുന്നത് വെച്ചാൽ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ എത്തിച്ചേർന്നിട്ടുണ്ട് അല്ലേ? കാരണം ചില ടീമില്ല, വലിയ വലിയ ടീംസ് ആണ്. ഓക്കെ, അപ്പൊ ഒരു നല്ല കൈ കൊടുത്ത് ചില ടീംസ് അല്ലാത്ത എല്ലാ ടീംസിനും താങ്ക്സ് എ ലോട്ട്. ആൻഡ് വെയിറ്റിംഗ് ഫോർ ഡിസംബർ 20th. യെസ്, എക്സ്ട്രാ ഡേയ്സിന്റെ ഡീസന്റ് വിശേഷങ്ങളെ കുറിച്ച് നമസ്കാരം. എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഇന്ന് അങ്കിത്തിന്റെ ഡേ ആണ്. എല്ലാവരും പറഞ്ഞ പോലെ പാടാൻ അറിയാത്തതുകൊണ്ട് അതും കയ്യിൽ നിന്ന് പോയി. അമീർക്കയാണ് എന്നെ പ്രോജക്റ്റിലേക്ക് ആദ്യം വിളിക്കുന്നത്. അമീർക്ക് എനിക്ക് ഹലാൽ ലവ് സ്റ്റോറി ചെയ്യുന്ന സമയത്ത് പരിചയമുണ്ട്, ആസ്വദിക്കാനും എനിക്ക് പരിചയമുണ്ട്. അപ്പം അങ്ങനെ കറങ്ങി തിരിഞ്ഞിക്കയുടെ പടത്തിൽ വീണ്ടും അഭിനയിക്കാൻ പറ്റിയതൊരു നല്ലൊരു കാര്യമായിട്ട് എൻ്റെ ഒരു ഭാഗ്യമായിട്ട് കരുതുന്നു. ആക്ച്വലി ഇത് സുരാജേട്ടൻ്റെ പടമാണ്. സുരാജേട്ടൻ അഴിഞ്ഞാടിയേക്കുന്ന ഒരു പടമാണ്. ഞങ്ങൾക്ക് കുറച്ചൊക്കെ കിട്ടിയിട്ടുള്ളൂ അവിടെ നിന്നൊക്കെ സ്പേസ്. ആക്ച്വലി ഒരു ഫാമിലി മൂവിയാണ്. ആൻഡ് ലോട്ട്സ് ഓഫ് ഡ്രാമ, ഫൺ എല്ലാം ഉണ്ട്. അപ്പോൾ കിട്ടിയ അവസരം മാക്സിമം മുതലെടുത്തിട്ടുണ്ട്. അതെ, മാക്സിമം അവിടെ തീർത്തു. സമ്മതിക്കുന്നില്ല സുരാജേട്ടൻ. സുരാജേട്ടൻ കംപ്ലൈന്റ് അല്ല, എന്താ പറയുക, അതിന് തൊട്ട് മുന്നേ നാഗേന്ദ്രൻ ഹണിമൂൺ ചെയ്തിരുന്നു. എൻ്റെ ഡയറക്ടർ അവിടെ ഇരിപ്പുണ്ട്. അതിൽ ഞാൻ അത്യാവശ്യം കുറച്ച് സ്കോർ ചെയ്തപ്പോൾ സുരാജേട്ടൻ ചെറിയൊരു അസൂയ കിട്ടിയിട്ട് ഇതിനകത്ത് സുരാജേട്ടൻ പകരം കിട്ടി. ഇതിനകത്ത് പകരം കിട്ടിയതാണ്. ഓക്കെ, താങ്ക്സ് എ ലോട്ട്. ഒരു നല്ല കൈ കൊടുക്കാം. വി ആർ റിയലി ലുക്കിംഗ് ഫോർവേഡ് ആ ഒരു സിനിമ ഡിസംബർ 20th. ഞങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്യാം. സോ താങ്ക്സ് എ ലോട്ട് ഫോർ ജോയിനിങ് us. ആൻഡ് ആസ് വി ഓൾ നോ, ഇന്ന് നമ്മളെല്ലാവരും ഇവിടെ സെലിബ്രേറ്റ്. Thanks a lot for joining me, Jana. Thank you for coming. It means a lot. And നമുക്കറിയാം കുറേ അസോസിയേഷൻസും കുറേ ബന്ധങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ നമ്മള് നേരത്തെ മാജിക് ഫ്രെയിംസിന്റെ ആ ഒരു ജേർണി കണ്ടപ്പോൾ തന്നെ ഫസ്റ്റ് 100 ടോപ്പ് ഫിലിം അങ്ങനെ ഒരു ടച്ച് ഉണ്ട് നമുക്ക് മാജിക് ഫ്രെയിംസ് ആയിട്ട് ആൻഡ് സുരാജനായിട്ടുള്ള ആ ഒരു കോംബോ. സോ ഹൗ are you going to explain about this, your presence here this day? എല്ലാവർക്കും നമസ്കാരം. ഇതിവിടെ ഇങ്ങനെ പ്രിയപ്പെട്ടവരുടെ കൂടെ ഒരു ഫംഗ്ഷനിൽ പകർത്താൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. പ്രിയം പറഞ്ഞ ഞാൻ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ആളുകളാണ് ഇതിൽ ഭൂരിഭാഗമുള്ളത്. അതവരുടെ ആ സന്തോഷം ഇരട്ടിയാണ്. ഞാനും സ്വരാജായിട്ട് ഒരു പടം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മെലിഞ്ഞാണ് നമുക്ക് ഷൂട്ട് ചെയ്തിട്ട് ഞങ്ങളോട് പോകുന്നത്. അപ്പോൾ എനിക്ക് ഈ സിനിമയെ പറ്റിയിട്ട് കുറച്ച് നാളായിട്ട് അറിയാം. സ്വരാജ് പറഞ്ഞിട്ട് അറിയാം. സിനിമ ഗംഭീരമായിട്ട് വന്നിട്ടുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ ഈ ക്രിസ്മസിന് ഈ സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയായിട്ട് വിജയം ആശംസിക്കുന്നു. ഇന്നത്തെ മ്യൂസിക് ഫംഗ്ഷൻ ആക്കിയിട്ടും ഈ സിനിമയുടെ എല്ലാ പ്രവർത്തകർക്കും നല്ല ആശംസകളും സ്നേഹവും അറിയിക്കുന്നു. ഇവിടെ വന്നിട്ടുള്ള എല്ലാവരോടും എൻ്റെ സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. എല്ലാവർക്കും നല്ലത് മാത്രമായിട്ട് താങ്ക് യു. ഈ ഓരോ പ്രാവശ്യം ഓരോ സ്ഥലത്തും പോകുമ്പോഴും പല പല ഫാഷനാണ് കേട്ടോ.
ഗൗരവമാണ് അല്ലേ? ഇതിന് എന്തെങ്കിലും പ്രത്യേക കാരണം? അങ്ങനെയില്ല, ഞാൻ ഡബിങ്ങിലായിരുന്നു. അത് കഴിഞ്ഞ് നേരെ കൂടി വന്ന് പരിപാടി അത്രേ ഉള്ളൂ. ഭാഗമായിട്ടല്ല, നാളെ മറയ്ക്കാൻ തുടങ്ങുന്നു എന്നുള്ളത്. എല്ലാവർക്കും നമസ്കാരം. ഇഡി എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് എൻ്റെ അച്ഛനും അടുത്ത എഫേർട്ട് പ്രേക്ഷകർ മാനിക്കട്ടെ. ഡിസംബർ 20 നടക്കുമ്പോൾ ഇതൊരു വലിയ വിജയമാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്ദി. ഒരു അഡ്വർടൈസ്മെന്റ് കേട്ടൊരു ഫീൽ ഇല്ലേ? എനിക്ക് മാത്രമാണോ തോന്നിയത്? ആ ഒരു ഡെപ്തും ആ ഒരു സന്തോഷവും. സോ ഇറ്റ് മീൻസ് എ ലോട്ട്. വിജയുടെ ആ ഒരു പ്രസൻസ്. വേറെ ഒന്നും പറയാനുണ്ടെന്നോ ഇല്ല? ഓക്കെ. സോ കുറച്ച് മുമ്പ് ഒരുമിച്ചുണ്ടായിരുന്നു. അപ്പോൾ ലേറ്റ് ആയതിൻ്റെ കാരണം സുരാജിന് അറിയാം. ഞങ്ങളൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു ഒരുമിച്ച്. വർഷങ്ങളായിട്ടുള്ള പരിചയമാണ്. സുരാജ് പണ്ട് കൈരളി ചാനലിൽ മിമിക്രി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞാനൊരു മ്യൂസിക് ഷോ ചെയ്യാനായിട്ട് കൈരളിയിലുണ്ടായിരുന്നു. അങ്ങനെ ആ ചാനലിൻ്റെ തിരുമുറ്റത്ത് വെച്ചുകൊണ്ടുള്ള പരിചയം തുടങ്ങിയതാണ്. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം സുരാജ് സിനിമ നടനായി നാഷണൽ അവാർഡ് വരെ കിട്ടി. ഒന്നും കാണാണ്ട് സുരാജ് നിർമ്മാതാവില്ലെന്ന് എനിക്കറിയാം. കാരണം എല്ലാം ചിന്തിച്ചിട്ട് ചെയ്യുന്ന ആളാണ് സുരാജ്. വിലാസിനി സിനിമാസിൻ്റെ പേരിൽ ഈ സിനിമ നിർമ്മിക്കാനായിട്ട് സുരാജും അതോടൊപ്പം തന്നെ ഒരുപാട് ഹിറ്റ് സിനിമകൾ നിർമ്മിച്ചിട്ടുള്ള ലിസ്റ്റിൽ ഒന്നും കാണാത്ത ലിസ്റ്റിലും ഈ ചിത്രം ഏറ്റെടുക്കില്ലെന്ന് എനിക്കറിയാം. ഇതൊരു വൻ സൂപ്പർ ഹിറ്റായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. അങ്ങനെ പള്ളിക്കുന്നു. താങ്ക് യു. Thanks a lot, Nadarshika. Thanks a lot for joining us. എല്ലാവർക്കും നമസ്കാരം. നാദർഷിക പങ്കെടുത്ത മീറ്റിങ്ങിൽ തന്നെ ഞാനും പങ്കെടുത്തിരുന്നു. ഞാൻ സമയത്തെത്തി. ഇല്ലായിരുന്നു, ഞാൻ എത്തിയിരുന്നു. അതെ, പറഞ്ഞുള്ളൂ. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് തന്നെ പത്രങ്ങളിൽ കണ്ടിരുന്നു ലിസ്റ്റിനും ഇഡിയുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് ഒക്കെ. അത് ഇങ്ങനെ വന്ന് എത്തിച്ചേരും എന്ന് ഞാൻ അറിഞ്ഞില്ല. ഈ വലിയ വലിയ പ്രൊഡ്യൂസർമാർക്കൊക്കെ മാത്രം കാണാൻ കിട്ടുന്ന ഒന്നാണ് ഇഡി എന്ന് പറയുന്നത്. നമ്മളെപ്പോലുള്ള സാധാരണ പ്രേക്ഷകർക്ക് ഇനി ടിക്കറ്റ് എടുത്ത് ഇഡിയെ കാണാവുന്ന ഒരു സൗകര്യം ലിസ്റ്റിനുണ്ടാക്കി തന്നു. അതിന് ലിസ്റ്റിന് നന്ദി പറയുന്നു. പിന്നെ ഇവിടെ പലരും സുരാജന്റെ തുടക്കകാലത്തോടുള്ള അറിയാവുന്ന കഥകളൊക്കെ പറഞ്ഞ് ഞങ്ങളെല്ലാം സഹപ്രവർത്തകരാണ്, ഏതാണ്ട് സമകാലീനരാണ്. അപ്പം ഒരു സിനിമയുടെ നിർമ്മാണത്തിലേക്ക് അദ്ദേഹത്തിന്റെ അമ്മയുടെ പേരിൽ ഒരു നിർമ്മാണ കമ്പനി തുടങ്ങിക്കൊണ്ട് ഇറങ്ങി വരുന്നു. അതൊരു വലിയ വിജയമാകട്ടെ. ഇതിൽ അണിയറയിലും മുന്നണിയിലും പിന്നണിയിലും നിൽക്കുന്ന എല്ലാവർക്കും ഈ സിനിമ കൊണ്ട് സന്തോഷങ്ങൾ മാത്രം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. നന്ദി. Thanks a lot. നമ്മൾ ആക്ച്വലി ട്രെൻഡിങ് ആണ്. കളർ ഡിഫറൻസ് ഞാനിന്ന് ജുബയിട്ടില്ല. ഈ കേസിൽ നീ ഒറ്റപ്പെട്ടു പോയാലേ. താങ്ക് യു. ഈ ഒരു സപ്പോർട്ടാണ്. നല്ല കൈ കൊടുക്കാം രമേശൻ.